Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് പാർട്ട് 4 ആണ്. അപ്പോൾ പാർട്ട് 3 വരെയുള്ള കാര്യങ്ങൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 4ലേക്ക് വരിക. പാർട്ട് 4ൽ നമുക്ക് എക്സസൈസ് 3.1 ഹാൻഡിൽ ചെയ്യാം. അതായത് എക്സസൈസ് 3.1ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഫ്താബ് ടെൽസ് ഹിസ് ഡോട്ടർ, അഫ്താബ് ഡോട്ടറോട് പറയുന്ന കാര്യമാണ്, 7 years ago I was 7 times as old as you were then. 7 വർഷങ്ങൾക്ക് മുൻപ് അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറിൻ്റെ ഏജിൻ്റെ 7 ടൈംസ് ആയിരുന്നു. അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് 3 years from now, ഇപ്പോൾ ഉള്ള വയസ്സ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു 3 വർഷം കഴിയുമ്പോൾ I shall be 3 times as old as you. അതായത് അഫ്താബിൻ്റെ ഡോട്ടറിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിരിക്കും ആരുടെ ഏജ് എന്ന് പറയുന്നത്, അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2 കണ്ടീഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യണം, 2 ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ഫോം ചെയ്യണം. അവരെ നമുക്ക് ആൽജിബ്രിക്കലിയും അതുപോലെ തന്നെ ഗ്രാഫിക്കലിയും റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാൻ വേണം. ഇപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ഇവരെ റെപ്രസെൻ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൽജിബ്രിക്കലിയും അതുപോലെ തന്നെ ഗ്രാഫിക്കലിയും ഇവരെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എഴുതാം, അതുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അഫ്താബിൻ്റെ കറണ്ട് ഏജ്, ഇപ്പോഴത്തെ വയസ്സൊന്ന് എഴുതാം. അഫ്താബ്, ലെറ്റ് അഫ്താബ്സ് ഏജ് be x, let daughter's age be y. അപ്പോൾ അഫ്താബിൻ്റെ ഏജ് എക്സ് എന്നും അതുപോലെ തന്നെ ഡോട്ടറുടെ ഏജ് വൈ എന്നും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഏജ്, ഇപ്പോഴത്തെ ഏജ് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ 7 years ago, ആഫ്റ്റർ 3 years എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലെറ്റ്സ് അഫ്താബ് ഏജ് ബി എക്സ് ആൻഡ് ലെറ്റ് ഡോട്ടേഴ്സ് ഏജ് ബി വൈ. അതായത് അഫ്താബിൻ്റെ ഏജ് എക്സ് എന്നും ഡോട്ടറുടെ ഏജ് വൈ എന്നും നമ്മൾ എടുത്തിരിക്കും. ഇനി ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം, 7 years ago. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ നോക്കാം, 7 years ago. അപ്പോൾ 7 വർഷങ്ങൾക്ക് മുൻപ് 7 years ago. ഇപ്പോൾ എക്സ് ആണെങ്കിൽ അഫ്താബിൻ്റെ ഏജ് 7 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും, എക്സ് മൈനസ് 7 ആയിരിക്കും. കാരണം ഇപ്പോൾ അഫ്താബിന് എക്സ് വയസ്സാണുള്ളത് അല്ലേ, ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ്. 7 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലോ എക്സ് മൈനസ് 7 ആയിരിക്കും. അതുപോലെ തന്നെ ഡോട്ടറുടെ ഏജ് എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ 7 വർഷങ്ങൾക്ക് മുൻപ് എന്തായിരിക്കും, വൈ മൈനസ് 7 ആയിരിക്കും. അപ്പോൾ അഫ്താബിൻ്റെ ഏജ് 7 വർഷങ്ങൾക്ക് മുൻപ് എക്സ് മൈനസ് 7ഉം ഡോട്ടറുടെ ഏജ് വൈ മൈനസ് 7ഉം ആയിരിക്കും. ഇനി ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അഫ്താബിൻ്റെ ഏജിൻ്റെ അല്ലെങ്കിൽ അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറുടെ ഏജിൻ്റെ എന്താണ് 7 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് അഫ്താബിനെ എ വെച്ച് ഞാനൊന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറുടെ ഏജിൻ്റെ എത്ര ടൈംസ് ആണ്, 7 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് ഇവരെ എക്സ് മൈനസ് 7 വൈ മൈനസ് 7 വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. അതായത് ഇപ്പോൾ അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോഴല്ല 7 വർഷങ്ങൾക്ക് മുൻപ് അഫ്താബിൻ്റെ ഏജ് എത്രയാണ്, എക്സ് മൈനസ് 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനോട് ഈക്വൽ ആണ് 7 ടൈംസ് ഡോട്ടറുടെ ഏജ്. ഡോട്ടറുടെ ഏജ് 7 വർഷങ്ങൾക്ക് മുൻപ് എന്താണ്, 7 വൈ മൈനസ് 7 ആണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് അഫ്താബിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറുടെ ഏജിൻ്റെ 7 ടൈംസ് ആണ്, 7 വർഷങ്ങൾക്ക് മുൻപ്, ബിഫോർ 7 years. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരാം. അതായത് എക്സ് മൈനസ് 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 മൈനസ് 49 എന്ന് കിട്ടും. 7 ഇൻറ്റു വൈ, 7 ബൈ 7 ഇൻറ്റു 7 മൈനസ് 49 എന്ന് കിട്ടും. ഓക്കെ, ഇനിയും നമുക്ക് വൈയുടെ ടൈം ഇക്വേഷൻ ഫോമിലേക്ക് വരുമ്പോൾ എക്സ് മൈനസ് വൈ എന്നൊരു ഫോർമാറ്റിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ്, അതായത് പ്ലസ് 7 ബൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 7 ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു
-49 ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടുത്തെ -7 ഇപ്പുറത്തേക്ക് വരുമ്പോൾ +7. അതായത് ഇക്വേഷൻ എങ്ങനെ മാറുന്നു? x - 7y = -49 +7 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -42 എന്ന് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. x - 7y = -42 എന്നത്. നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. 3 years from now. അതായത് after 3 years. After 3 years, ഇപ്പോൾ അഫ്താബിന്റെ ഏജ് x, ഡോട്ടറുടെ ഏജ് y ആണ്. ആഫ്റ്റർ 3 years, 3 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ എഴുതാം? അഫ്താബിന്റെ ഏജ് x + 3ഉം ഡോട്ടറുടെ ഏജ് എന്ന് പറയുന്നത് y + 3ഉം ആയിരിക്കും. ഇനി ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ പറയുന്നത് നോക്കുക. I shall be. ഈ I എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? അഫ്താബാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ I എന്ന് പറയുന്ന അഫ്താബിന്റെ ഏജ് ഷാൽ ബി 3 times as old as you will be. അതായത് ഡോട്ടറിന്റെ ഏജിന്റെ 3 times ആയിരിക്കും. ആഫ്റ്റർ 3 years, അഫ്താബിന്റെ ഏജ് എന്ന് പറയുന്നത് ഡോട്ടറിന്റെ ഏജിന്റെ 3 times ആയിരിക്കും ആഫ്റ്റർ 3 years. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അഫ്താബിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ്? x + 3 ആണ്. x + 3 that is equal to 3 times ആണ്. 3 into y + 3 ഡോട്ടറുടെ ഏജ്. ഇനി ഇവരെ തമ്മിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. x + 3 that is equal to 3y + 9 എന്ന് കിട്ടുന്നു. 3y + 9 എന്ന് കിട്ടുന്നു. ഇനി x - 3y, കാരണം 3y ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. 3y that is equal to, ഇനി അടുത്ത സ്റ്റെപ്പിൽ +3 ഇപ്പുറത്തേക്ക് വരുന്നു, -3 ആകുന്നു. 9 - 3, അതായത് x - 3y that is equal to 6 എന്ന് ആൻസർ കിട്ടുന്നു. ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പെയർ ലീനിയർ ഇക്വേഷൻസ് 2 എണ്ണം അല്ലേ? അത് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - 7y = -42. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾജിബ്രിക്കലി നമ്മൾ ഈ കണ്ടീഷൻസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യണം? ഗ്രാഫിക്കലിയും കൂടെ റെപ്രസെന്റ് ചെയ്യണം. ഇക്വേഷൻസ് ഓൾജിബ്രിക്കലി റെപ്രസെന്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷൻ എങ്ങനെ എഴുതാം? x - 7y = -42 എന്ന് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് x - 3y = 6 എന്നും എഴുതാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യണം. ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോളമൊക്കെ വരച്ച് ചെയ്യണം. നമുക്ക് ഇക്വേഷൻസ് ഒന്ന് എഴുതാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x - 7y = -42. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് x - 3y = 6. അങ്ങനെ 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും നമുക്ക് ഗ്രാഫിലേക്ക് പോകണം. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഫോമുല, അതായത് ഒന്നുകിൽ എക്സിന്റെ വാല്യൂ കിട്ടുന്ന പോലെ അല്ലെ വൈയുടെ വാല്യൂ കിട്ടുന്ന പോലെ ഇക്വേഷനെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതായത് x = -7y ഇപ്പുറത്തേക്ക് പോകുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ +7y - 42 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഒന്നുകിൽ x = എന്നാക്കുക, അല്ലെങ്കിൽ y = എന്ന ഫോർമാറ്റിലേക്ക് മാറ്റാം. അത് എങ്ങനെയെങ്കിലും. അതിനുശേഷം നമുക്ക് കോളം വരയ്ക്കാം. ഓക്കെ, എക്സ് വൈയുടെ വാല്യൂ നോക്കാം. നമുക്ക് ഈസി ആയിട്ട് ഒരുപാട് ലാർജസ്റ്റ് നമ്പർ കിട്ടാത്ത പോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. അതായത് വൈയുടെ വാല്യൂ, ഒരു വൈക്ക് ഒരു കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ആർക്ക് കിട്ടും? എക്സിന് കിട്ടും. അപ്പോൾ ലാർജസ്റ്റ് വാല്യൂസ് ഒന്നും വരാത്ത രീതിയിൽ, അതായത് 42 എന്ന നമ്പറാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് 7 ഇൻറ്റു ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 42നോട് നിയറസ്റ്റ് വാല്യൂ കിട്ടുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. അല്ലെങ്കിൽ ഗ്രാഫിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പാടായിരിക്കും. ഇപ്പോൾ 12, 32 അല്ലെങ്കിൽ 20 എന്നൊക്കെ പറഞ്ഞ് വാല്യൂ എക്സിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്ലോട്ട് ചെയ്യാൻ പാടായിരിക്കും. അതുകൊണ്ട് ചെറിയ വാല്യൂസ് കിട്ടുന്ന പോലെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 7ന്റെ വാല്യൂ അല്ലേ, വൈയുടെ വാല്യൂ എത്ര കിട്ടുക?
7 അല്ലേ, 7 × 6 ഇട്ട് കൊടുക്കാം. വൈയുടെ വാല്യൂ 6 ഇട്ടാൽ എന്തായിരിക്കും? 7 × 6 എന്ന് പറയുന്നത് 42 ആണ്. അപ്പോൾ 42 - 42 എത്ര കിട്ടും? x0 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റേജിൽ നോക്കാം. 7 × 7 കൊടുക്കാം. അതായത് വൈയുടെ വാല്യൂ 7 ഇടുന്നു. വൈയുടെ വാല്യൂ 7 ഇടുമ്പോൾ എന്ത് സംഭവിക്കും? 7 × 7 49. 49 - 42. 49ൽ നിന്നും 42 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? ആൻസർ 7 എന്ന് കിട്ടും. അപ്പോൾ 6ഉം 7ഉം ഒക്കെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നിയറസ്റ്റ് വാല്യൂ കിട്ടുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം? ചെറിയ വാല്യൂസ് കിട്ടുന്ന പോലെ തന്നെ വൈക്ക് അല്ലെങ്കിൽ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈക്ക് 6 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 0 കിട്ടി. അതുപോലെ തന്നെ വൈക്ക് 7 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടി? എക്സിൻ്റെ വാല്യൂ 7 എന്ന് കിട്ടി. ചെയ്യുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്താൽ മതി. അല്ല ഒരുപാട് കാൽക്കുലേഷൻസ് ആയി പോകും. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ മനസ്സിൽ തന്നെ ഇവിടെ 6 എന്ന് വാല്യൂ ഇടുന്നു. 6 × 7 എത്രയാണ്? 42 എന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ 42 - 42 എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് എഴുതുന്നു? 0 എന്ന് എഴുതുന്നു. അല്ലാതെ എക്സ് ഈസ് ഈക്വൽ ടു 7 × ഇങ്ങനെ ഒന്നും എഴുതരുത്. അതായത് ഉദ്ദേശിച്ചത് ഇതാണ്, എക്സ് ഈസ് ഈക്വൽ ടു 7 × 6 - 42 7 × 6 - 42 that is equal to 42 - 42 that is equal to 0. ഇങ്ങനൊന്നും കാൽക്കുലേഷൻ ചെയ്യണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് അത്രയും സമയം എന്താണ് വേസ്റ്റ് ആയി പോവാണ്. ഇനി നിങ്ങൾക്ക് തെറ്റും എന്ന് ഒരു ഡൗട്ട് വരികയാണെങ്കിൽ മാത്രം ഇങ്ങനെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തുന്ന പോലെ തന്നെ ചെയ്യുക. കാരണം അങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിന് ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാൽക്കുലേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി അടുത്ത സിറ്റുവേഷനിലേക്ക് പോകാം. x - 3y = 6. അപ്പോൾ എക്സ് എന്തെന്ന് വരും? x = 3y + 6 എന്ന് വരുന്നു. x = 3y + 6 എന്ന് കിട്ടുന്നു. ഇനി നോക്കാം, നമുക്ക് വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് കോളം വരയ്ക്കാം. ഓക്കെ, എക്സ് വൈ. അപ്പോൾ വൈക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. വൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലാർജസ്റ്റ് നമ്പർ ഒന്നും വരാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വൈക്ക് 0 ഇട്ട് കൊടുക്കാം. വൈക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 0 0 ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കാം, ഒരു വൈക്കൊരു -2 ഇട്ട് കൊടുത്തേ. -2 ഇടുമ്പോൾ എന്ത് സംഭവിക്കും? 3 × -2 എന്താണ്? -6 ആണ്. -6ഉം +6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 0 എന്ന് കിട്ടും. അപ്പോൾ വൈക്ക് 0 എന്ന് ഇട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടി? എക്സ് 6 എന്ന് കിട്ടി. അതുപോലെ വൈക്ക് -2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? എക്സിൻ്റെ വാല്യൂ 0 എന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സിൻ്റെ വൈയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതനുസരിച്ച് ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ്റെ കോർഡിനേറ്റ് 0 6ഉം സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ 7ഉം 7ഉം ആണ്. ഇനി ഇക്വേഷൻ 2 അനുസരിച്ച് 6ഉം 0ഉം ബ്രാക്കറ്റിനുള്ളിൽ കോർഡിനേറ്റ്സ് ബ്രാക്കറ്റുണ്ട്. 6ഉം 0ഉം 0ഉം -2. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ നിങ്ങളിങ്ങനെ ഗ്രാഫ് പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കരുത്. കാരണം ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയപ്പോൾ ഇക്വേഷൻസിനെ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അത് പഠിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി മാത്രം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ കോർഡിനേറ്റ്സ് ഇങ്ങനെയൊന്നും എഴുതി വെച്ചേക്കരുത്. അപ്പോൾ 0ഉം 6ഉം നമുക്ക് എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. ഇവിടെ 0 6 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ എന്താണ്? 6 ആണ്. അപ്പോൾ ഇതാണ് കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 7ഉം 7ഉം എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. 7 7ഉം 7ഉം എന്ത് ചെയ്യുക? നമുക്ക് പ്ലോട്ട് ചെയ്യണം. 7ഉം 7ഉം പ്ലോട്ട് ചെയ്യാം. ഇനി അടുത്തത്, അപ്പോൾ ഇവരെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്യണം.
അല്ലേ? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ഒരു ലൈൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഇക്വേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. സെക്കൻഡ് ഇക്വേഷനിലെ കോർഡിനേറ്റ്സ് നോക്കുക, 6 0 ആണ്. അതായത് 6ഉം 0യും ഈ പോയിന്റ് ആണ് അല്ലേ? ഓക്കെ, 6 0 ഈ പോയിന്റ് ആണ്. അതുപോലെ 0 -2 അപ്പോൾ ഈ രണ്ട് കോർഡിനേറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കാം? ലൈൻ വരയ്ക്കാം. നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ്റെ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി എന്ത് ചെയ്യുന്നത്? ഒരു പെയർ ഓഫ് ലൈനിയർ ഇക്വേഷനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. ആ ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ ഗ്രാഫിക്കലി എന്തിലേക്ക് വരുന്നു? ഗ്രാഫിക്കലി മാത്രം റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നില്ല? ഇന്റർസെക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഇന്റർസെക്ട് ചെയ്യും, പക്ഷെ അത് ഒരു വലിയ വാല്യൂസിലേക്ക് എത്താനാണ് സാധ്യത. കാരണം 14 ഒന്നുമല്ല, വലിയ വാല്യൂസിലേക്ക് എത്താനാണ് സാധ്യത. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രാഫിക്കലി മാത്രം എന്ത് ചെയ്താൽ മതിയായിരിക്കും? റെപ്രസെന്റ് ചെയ്താൽ മതിയായിരിക്കും. ഈ ഇന്റർസെക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൊല്യൂഷൻ കിട്ടുള്ളൂ. ഇത് ഇന്റർസെക്ട് ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ ഏതൊരു പോർഷനിൽ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റിലെ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും ഇവരുടെ ഏജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർ ഒന്നുകിൽ കോയിൻസൈഡ് ചെയ്യണം, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യണം. അപ്പോൾ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇവർക്ക് ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പറഞ്ഞിട്ടില്ല, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഓൾജിബ്രിക്കലിയും ഗ്രാഫിക്കലിയും റെപ്രസെന്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതിയായിരിക്കും. ഇപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തു, ഓൾജിബ്രിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു.